ഓം ശാന്തി. പ്രകാശ് മണി ദാദിയുടെ ധാരണായുക്തമായ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സഹജ്യോഗി ആത്മാക്കൾ ആരാണ്, അതിനെക്കുറിച്ച് ദാദിയുടെ ക്ലാസ് നമുക്ക് കേൾക്കാം. सहजयोगी वो जिसके संस्कार मीठा हो, जो निरहंकारी हो और सब चिंताओं से दूर बेफिक्र बादशाह हो. ടോപ്പിക് ഇതാണ്. ആരുടെയാണോ സംസ്കാരം മധുരമായിരിക്കുന്നത്, ആരാണോ നിരഹങ്കാരിയായിരിക്കുന്നത്, സദാ ചിന്തകളിൽ നിന്നും മുക്തർ, നിശ്ചിന്ത ചക്രവർത്തികളായിരിക്കുന്നത്, അവരാണ് സഹജയോഗി. വർത്തമാൻ സമയ സഭി കാ പുരുഷാർത്ഥ है कि हम बाप समान फरिश्ता बने, അവ്യക്ത ബനെ. ദാദിജി പറയാണ്, വർത്തമാന സമയം എല്ലാവരും പുരുഷാർത്ഥം ചെയ്യുകയാണ്, നാം എല്ലാവരും ബാപ് സമാൻ ഫരിഷ്തയാകണം, അവ്യക്തമാകണം എന്ന ലക്ഷ്യത്തോടു കൂടി. एंजल सभी को बहुत प्यारे लगते, सभी अनुभव करते हैं कि साकारी से आकारी സ്ഥിതി बनने में. ഏഞ്ചൽസ് അതോ മാലാഖ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രിയമാണ്. അപ്പം എല്ലാവരും അനുഭവം ചെയ്യുന്നുണ്ട് സാകാരിയിൽ നിന്നും ആകാര സ്ഥിതിയിലേക്കെത്താൻ. ഏഞ്ചൽസ് बनने में, മാലാഖകളാകാൻ. उस लक्ष्य को धारण करने में कितना सुंदर अनुभव होता है. ആ ഒരു ലക്ഷ്യത്തെ ധാരണ ചെയ്യുമ്പോൾ എത്ര സുന്ദരമായ അനുഭവമാണ് ഉണ്ടാവുക. ഏഞ്ചൽസ് की സ്ഥിതി कितनी मीठी होती. ഏഞ്ചൽസ് അതോ ഫരിഷ്തകളുടെ സ്ഥിതി എത്ര മധുരമാണ്. साक्षात्कार में भी सभी को विशेष एंजल्स का अनुभव होता है. സാക്ഷാത്കാരത്തിലും വിശേഷമായും എല്ലാവർക്കും മാലാഖകളുടെ അനുഭവം ഉണ്ടാകാറുണ്ട്. लेकिन हमें आकारी स्थिति के साथ साथ निराकारी स्थिति का भी विशेष अनुभव करना. എന്നാൽ ഇവിടെ നമ്മൾ ആകാരി സ്ഥിതിയോടൊപ്പം തന്നെ നിരാകാരി സ്ഥിതിയുടെ വിശേഷ അനുഭവം ചെയ്യണം. क्योंकि बाप निराकार है, आत्मा निराकार है और हम सबको जाना भी निराकारी दुनिया में है. കാരണം ദാദിജി പറയാണ്, ബാബ നിരാകാരിയാണ്, നമ്മൾ ആത്മാക്കൾ നിരാകാരിയാണ്. ഇനി നമ്മൾ എല്ലാവരും പോകേണ്ടതും നിരാകാരി ലോകത്തേക്കാണ്. സ്വീറ്റ് ഹോം കോ സൈലൻസ് ഹോം ബി കേത്തെ. ആ സ്വീറ്റ് ഹോം, അതിനെ സൈലൻസ് ഹോം എന്നും കൂടി വിളിക്കാറുണ്ട്. വഹാ സെ ഹി വിഷ്ണുപുരി കാ ഗേറ്റ് ഖുൽനാ ഹെ. അവിടെ നിന്ന് തന്നെയാണ് വിഷ്ണുപുരിയിലേക്കുള്ള ഗേറ്റ് തുറക്കേണ്ടത്. ആകാരി ദുനിയാ സെ ഹം വയാ ഹോനെ വാലെ. അതായത് ആകാരി ലോകത്തിൽ കൂടിയാണ് നമ്മൾ ശാന്തിധാമത്തിലേക്ക് എത്തേണ്ടത്. പരന്തു വയാ ഹോങ്കെ ബി തബ് ജബ് സമ്പൂർണ്ണ പവിത്ര ബനേങ്കെ. പക്ഷേ നിരാകാരി ലോകത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിലും എപ്പോഴാണ് സമ്പൂർണ്ണ പവിത്രരാകുന്നത്, അപ്പോഴേ ആകാരി ലോകത്തിൽ കൂടി നിരാകാരി ലോകത്തിലേക്ക് എത്താൻ കഴിയും. തോ ഏഞ്ചൽസ് മാന്നാ ഹി കംപ്ലീറ്റ് പ്യൂർ. ദാദി പറയാണ്, ഫരിഷ്ത അർത്ഥം സമ്പൂർണ്ണ പവിത്ര സ്ഥിതി. कंप्लीट प्योर बनकर ही शांतिधाम जाना है और पांचवी तोणर जाना है. അതായത് ദാദി പറയാണ്, കംപ്ലീറ്റ് പവിത്രരായാലേ ശാന്തിധാമത്തേക്ക് പോകാൻ കഴിയും, പാസ്വി തോണറായി പോകാൻ കഴിയും. हम सबकी बुद्धि में लक्ष्य है कि हमें ऐसे स्थिति में जाना है. നമ്മുടെ ബുദ്ധിയിൽ, എല്ലാവരുടെ ബുദ്ധിയിലും ഈ ഒരു ലക്ഷ്യമുണ്ട്. അതായത് നമ്മൾ സമ്പൂർണ്ണ പവിത്ര സ്ഥിതിയിൽ തന്നെ മടങ്ങണം. और कोई सजा न खानी पड़े. യാതൊരു പ്രകാരത്തിലും ശിക്ഷ അനുഭവിക്കാതെ വേണം പോകാൻ. बाबा ने भी कहा कि लक्ष्य रखो तो लक्षण आए. ബാബ പറയാറുണ്ട്, ലക്ഷ്യം വെക്കുമ്പോഴാണ്
ലക്ഷണം ഉണ്ടാവുക. ലക്ഷ്യ ഹി ഹെ ഹമേ ബാപ് കെ സമാൻ ബൻ ബാപ് കെ പാസ് ബാബ കെ ഘർ ജാന. അപ്പോൾ നമ്മുടെ ലക്ഷ്യമാണ് ബാബയ്ക്ക് സമാനമായി ബാബയുടെ അരികിൽ, ബാബയുടെ വീട്ടിലേക്ക് തന്നെ പോകണം. ഹം സബ് ആത്മാओं का സ്വീറ്റ് ഹോം വഹി ഹെ. നമ്മൾ എല്ലാ ആത്മാക്കളുടെയും മധുരമായ വീട് അത് തന്നെയാണ്, നിരാകാരി ലോകം അഥവാ ശാന്തിധാമം. കൈ ബാർ കേത്തെ കി ശാന്തി കി ഗഹരി അനുഭൂതി ഹോ. പലപ്പോഴും പറയാറുണ്ട് ശാന്തിയുടെ ആഴമേറിയ അനുഭൂതി ഉണ്ടാകണം. സൈലൻസ് ഈസ് പവർ കേത്തെ ഹെ. ശാന്തി തന്നെയാണ് ശക്തി എന്നും പറയാറുണ്ട്. तो ये साइलेंस की अनुभूति, साइलेंस की पावर तब अनुभव होगी जब हमारी ये प्रैक्टिस रहेगी कि हम ആത്മ ബിന്ദു है. അപ്പോൾ ആ സൈലൻസിൻ്റെ, ശാന്തിയുടെ അനുഭൂതി അഥവാ സൈലൻസ് ശക്തിയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ എപ്പോഴാണോ നമ്മൾ ആത്മബിന്ദു രൂപത്തിൻ്റെ അഭ്യാസം ചെയ്യുന്നത് അപ്പോഴേ ആ ഒരു മധുരമായ ശാന്തിയുടെ അനുഭൂതി ഉണ്ടാകും. ജിतना जितना हम अपने को निराकारी आत्मा समझेंगे. ദാദി പറയാണ്, എത്രത്തോളം നമ്മൾ സ്വയം നിരാകാരി ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നുവോ അത്രയും ദേഹക്കാ ഭാൻ മിട്ടുത്താ ജായേഗ. അത്രയും നമ്മളിലുള്ള ദേഹം എന്ന ബോധം ഇല്ലാതാകും. ये देह का भान बहुत मोटा है. ദേഹം എന്ന ബോധമാണ് വളരെ തടിച്ചത്. एक है देह का अभिमान रखना, एक है देह का भान रखना. രണ്ട് പ്രകാരത്തിലുണ്ട്. ഒന്ന് ദേഹത്തിൻ്റെ അഭിമാനത്തിൽ വരിക, രണ്ടാമത്തത് ദേഹത്തിൻ്റെ ബോധത്തിൽ കഴിയുക. तो ना देह के अभिमान में रहना ना देह के भान में आना. അതുകൊണ്ട് ദേഹത്തിൻ്റെ അഭിമാനത്തിലും വരരുത്, ദേഹബോധത്തിലും വരരുത്. ഇൻ ദോനോ സെ അപ്നെ കോ മുക്ത് കർ ലേന. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും സ്വയമിനെ മുക്തമാക്കണം. ഞാൻ എന്താണ് എന്ന അഭിമാനത്തിലേക്കും വരാൻ പാടില്ല, അതുപോലെ തന്നെ ഞാൻ സ്ത്രീ പുരുഷനാണ് ആ ദേഹത്തിൻ്റെ ബോധത്തിലേക്കും വരരുത്. ഇസ്കാ നാം ഹേ രാജ്യോഗ്. ഇതിനെ തന്നെയാണ് പറയുന്നത് രാജയോഗം. ന അഹം കാ അഹങ്കാർ ചാഹിയെ, ന അഹം കാ അഭിമാൻ ചാഹിയെ, ന അഹം കാ നശ ചാഹിയെ. അതായത് ദേഹം എന്നതിൻ്റെ അഹങ്കാരവും പാടില്ല, ദേഹത്തിൻ്റെ അഭിമാനവും പാടില്ല, ദേഹത്തിൻ്റെ ലഹരിയും ഉണ്ടാകരുത്. ഇസ് അഭിമാൻ സെ ഇസ് അഹങ്കാർ സെ ഖുദ് കോ ബഹുത് ബഹുത് ദൂർ നിരഹങ്കാരി ബനാന. അപ്പം ദാദി പറയാണ്, ഈ ദേഹത്തിൻ്റെ അഭിമാനത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും സ്വയമിനെ വളരെയധികം ദൂരെയാക്കി നിരഹങ്കാരിയാക്കണം. നിരഹങ്കാരി ബന്നേ കാ സാധൻ ഹി ഹെ ഖുദ് കോ നിരാകാരി ബനാവ്. സ്വയം നിരഹങ്കാരി ആകണമെങ്കിൽ അതിലേക്കുള്ള പുരുഷാർത്ഥമാണ് സ്വയം നിരാകാരിയാവുക, ആ അഭ്യാസം ചെയ്യുക. निराकारी स्थिति में जाने से निरहंकारी और निरहंकारी से निर्विकारी बनेंगे. ദാദി പറയാണ്, നിരാകാരി സ്ഥിതിയോടെ എത്രത്തോളം അഭ്യാസിയാകുന്നുവോ അതിനനുസരിച്ച് നിരഹങ്കാരിയാകും. നിരഹങ്കാരി ആകുന്നതിലൂടെയാണ് പിന്നീട് നിർവികാരികളായി മാറുക. यदि स्थिति नीचे ऊपर होती है तो इसका कारण ही है देह का कोई भान है. ഒരുപക്ഷെ നമ്മുടെ സ്ഥിതിയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നു, ഇടയ്ക്ക് ഉയർച്ച ഇടയ്ക്ക് താഴ്ച ഉണ്ടാകുന്നു എങ്കിൽ ദാദി പറയാണ് അതിൻ്റെ കാരണം ഏതെങ്കിലും പ്രകാരത്തിലുള്ള ദേഹഭാനമായിരിക്കാം. ഉസ് ഭാൻ ने ही स्थिति को ऊपर नीचे किया. ആ ദേഹത്തിൻ്റെ ഭാനം തന്നെയാണ്, അത് ദേഹമെന്ന ബോധത്തിൻ്റെ കാരണത്താലാണ് നമ്മുടെ സ്ഥിതിയിൽ മാറ്റങ്ങൾ വരുന്നത്. നീച്ചെ ആനാ ഹി ദേഹ ഭാൻ ഹെ. നമ്മുടെ സ്ഥിതി താഴോട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ദേഹഭാനം. സ്ഥിതി നീച്ചെ ഹെ മാന കൊയ് നാ കൊയ് തേരെ മേരെ इम्प्योरिटी लगाव झुकाव इच्छा सूक्ष्म माया के
संकल्प विकल्प में चिंतन में व्यर्थ की फीलिंग है. അപ്പോൾ ദാദി വളരെ വ്യക്തമാക്കാണ്, സ്ഥിതിയിൽ നമ്മളുടെ വീഴ്ച സംഭവിക്കുന്നു എങ്കിൽ അതിലേതെങ്കിലും പ്രകാരത്തിലുള്ള നിന്റെ എൻ്റെ എന്നുള്ള ഇംപ്യൂരിറ്റി, അപവിത്രത അഥവാ ആകർഷണം അഥവാ അടിമത്വം അഥവാ നമ്മളിൽ ഉണ്ടാകുന്ന ഇച്ഛ, സൂക്ഷ്മമായിരിക്കുന്ന മായയുടെ സങ്കല്പ വികല്പങ്ങളിൽ ചിന്തനങ്ങൾ നടക്കുക, വ്യർത്ഥമായ ഫീലിങ്സ് ഉണ്ടാവുക. പെഹലെ ബുദ്ധി ദേഹഭാൻ മേ ജായേഗി. ആദ്യം നമ്മുടെ ബുദ്ധി പെടുന്നത് ദേഹഭാനത്തിലാണ്. തബ് കോയി ബാത്ത് കി ഫീലിംഗ് ആയേഗി. അപ്പോഴാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫീലിങ്സ് ഉണ്ടാകുന്നത്. പെഹലെ ബുദ്ധി ദേഹഭാൻ മേ ജായേഗി തബ് കോയി ബാത്ത് കി ഫീലിംഗ് ആയേഗി. ആദ്യം ബുദ്ധി ദേഹഭാനത്തിൽ പെടും, അതിനുശേഷം കാര്യങ്ങളിൽ ഫീലിങ്സിലേക്ക് വരും. अगर रात दिन बुद्धि में एक ही बात का लक्ष्य रहे कि मुझे देह के बांध से परे आत्म अभिमानी बनना है, तो किसी भी प्रकार की फीलिंग से परे रहेंगे. ദാദി അതിന് പരിഹാരം പറയുകയാണ്. എപ്പോഴാണോ രാവും പകലും നമ്മുടെ ബുദ്ധിയിൽ ഒരേ ഒരു കാര്യത്തിൻ്റെ ലക്ഷ്യമുണ്ടാകുന്നത്, അതായത് എനിക്ക് ദേഹഭാനത്തിൽ നിന്ന് മുക്തമാകണം, ആത്മാഭിമാനിയായി മാറണമെന്ന്, അപ്പോൾ മറ്റ് പ്രകാരത്തിലുള്ള ഫീലിങ്സിൽ നിന്നും നിങ്ങൾ മുക്തമാകും. ബാപ് സെ പ്യാർ സബീ കാ ഹേ, ലേക്കിൻ ബാപ് സമാൻ ബന്ന മാന. जैसे शिव बाप निराकार है और ब्रह्मा बाबा ने भी अपने को आकारी से निराकारी बनाया, ऐसे हम भी फॉलो कर समान बने. അതായത് ദാദി പറയാണ്, ബാബയോട് എല്ലാവർക്കും സ്നേഹമുണ്ട്, എന്നാൽ ബാബയ്ക്ക് സമാനരാകണം എന്നതിൻ്റെ അർത്ഥമാണ് ഏതുപോലെ ശിവബാബ നിരാകാരനാണ്, പിന്നീട് ബ്രഹ്മാ ബാബയും കൂടി തൻ്റെ ആകാരി സ്ഥിതിയിൽ നിന്നും നിരാകാരിയായി മാറി. അതുപോലെ തന്നെ അവരെ ഫോളോ ചെയ്ത് സമാനരാകണം. इसके लिए एकांत में विशेष टाइम देकर निराकारी स्थिति में रहने का अभ्यास करने की ज़रूरत है. ഇതിനു വേണ്ടി ഏകാന്തമായി വിശേഷമായി സമയം കൊടുത്ത് നിരാകാരി സ്ഥിതിയുടെ അഭ്യാസത്തിലിരിക്കാനുള്ള ആവശ്യകതയുണ്ട്. കൈ ബച്ചെ കേത്തി ഹം തോ ബാബ കെ ഹോ ഗയേ. ദാദി പറയാണ്, ചില ബ്രാഹ്മണ കുട്ടികൾ പറയാറുണ്ട്, നമ്മൾ ബാബയുടേതായി കഴിഞ്ഞില്ലേ, ഹംകോ തോ ബാബ സദാ ഹി യാദ് ഹെ. അതുകൊണ്ട് തന്നെ സദാ ബാബയുടെ ഓർമ്മ ഉണ്ടാകാറുണ്ട്. ലേക്കിൻ ഈ കോയി യാദ് കി യാത്ര നഹി. എന്നാൽ ദാദി പറയാണ്, അതൊരു ഓർമ്മയുടെ യാത്രയാകുന്നില്ല. ഹോ ഗയേ യെ നശ ടീക്ക്. ബാബയുടേതായി കഴിഞ്ഞു, ആ ഒരു ലഹരി ശരി തന്നെയാണ്. പർ യാദ് കി യാത്ര മേ രഹനെ കെ ലിയെ, പക്ഷേ ബാബയുടെ ഓർമ്മയുടെ യാത്രയിലിരിക്കണമെങ്കിൽ ഹമേ വിശേഷ സൂക്ഷ്മത്തെ സൂക്ഷ്മ अपनी बीजरूप स्थिति में रहने की मेहनत करनी है. സദാ ബാബയുടെ ഓർമ്മയുടെ യാത്രയിലിരിക്കണമെങ്കിൽ ദാദി പറയാണ്, വിശേഷമായി സൂക്ഷ്മതയിലും സൂക്ഷ്മമായ തൻ്റെ ബീജരൂപ സ്ഥിതിയിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. बीजरूप स्थिति माना जिसमें कोई दूसरे संकल्प विकल्प ना हो. അപ്പോൾ ബീജരൂപ സ്ഥിതി എന്ന് പറയുമ്പോൾ ദാദി പറയാണ്, നമ്മുടെ സങ്കല്പത്തിൽ മറ്റൊരു സങ്കല്പ വികല്പം വരരുത്. അശരീരി ഹോ ജായ്, അത്രയും അശരീരികളാകണം. ഏകദം സൂക്ഷ്മ നിരാകാരി ബൻ ജായ്, അത്രയും സൂക്ഷ്മ നിരാകാരിയായി തീരണം. ബീജ് മേ സബ് സമായാ രഹത്താ ഹെ. ബീജ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം തന്നെ സമാവേശമായിരിക്കും, അടങ്ങിയിരിക്കും. യോഗമേ ബിൻ ബിൻ പുരുഷാത് കർത്തേ കി ബാബാസെ റൂഹ് റിഹാൻ കരേ. നമ്മൾ യോഗം ചെയ്യുമ്പോൾ വ്യത്യസ്ത സ്ഥിതിയിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യാറുണ്ട്. അത് ബാബയോട് വാർത്താലാപം ചെയ്യാനാണ്. മനൻ ചിന്തൻ കരെ, ബാബയുമായിട്ട് ആത്മീയ വാർത്താലാപം നടത്താനും മനന ചിന്തനം ചെയ്യാനും.
ये भी अच्छी बात है. ദാദി പറയണ ഇതൊക്കെ നല്ലത് തന്നെ. लेकिन साथ साथ अपनी ऊंची स्थिति बनाने का लक्ष्य रखना है. അതോടൊപ്പം തന്നെ തൻ്റെ ശ്രേഷ്ഠ സ്ഥിതി ഉണ്ടാക്കുന്നതിൽ ലക്ഷ്യം വെക്കണം. जो खुद को ये अनुभव हो कि बाबा के याद की इतनी मुझे शक्ति है. അതായത് സ്വയം അനുഭവപ്പെടണം, ബാബയുടെ ഓർമ്മയിലൂടെ എന്നിൽ ഇത്രയധികം ശക്തി ഉണ്ടോ. जो इस याद में रहने से मेरा 63 जन्मों के विकर्मों का खाता क्लीन हो रहा है. ആ ഓർമ്മയുടെ ശക്തിയിലൂടെ എന്നിലെ 63 ജന്മങ്ങളുടെ വികർമ്മങ്ങളുടെ കണക്ക് ക്ലിയർ ആൻഡ് ക്ലീൻ ആകണം. अपना चार्ट देखो कि मैं कर्मातीत स्थिति के कितने समीप. അപ്പം ദാദി പറയണ തൻ്റെ ചാർട്ട് പരിശോധിച്ചു നോക്കൂ. ഞാൻ കർമാതീത സ്ഥിതിയുടെ എത്രത്തോളം സമീപം എത്തിയിട്ടുണ്ട്. आज मैं इस चोले के बदलूं तो मुझ आत्मा का कितना क्लीन हिसाब है. या अभी तक कोई धागा है. ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ ശരീരം വിടുകയാണെങ്കിൽ ഞാൻ ആത്മാവിൻ്റെ കണക്ക് എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ട്. അഥവാ ഇനി എന്തെങ്കിലും എന്നിൽ കറ അവശേഷിക്കുന്നില്ലല്ലോ. ദാഗ് ഹോഗാ തോ കർമാതീത് കൈസേ ബനേഗ. ഏതെങ്കിലും പ്രകാരത്തിൽ എന്നിൽ കറയുണ്ട് എങ്കിൽ എങ്ങനെയാ കർമാതീത് അവസ്ഥ നേടാൻ കഴിയുക. हमें अपनी स्थिति का चार्ट चेक करना कि कौन सा दाग अभी रहा हुआ. ദാദി പറയാണ്, എനിക്ക് എൻ്റെ തന്നെ ചാർട്ട് പരിശോധിക്കേണ്ടതായി വരും. ഏത് കറയാണ് എന്നിൽ ഇപ്പോഴും ഉള്ളത്. जब समय की गति इतनी तेज जा रही है तो समय की गति अनुसार हमारे पुरुषार्थ की गति भी इतने तेज जा रही है. ദാദി പറയണ സ്വയം പരിശോധിച്ചു നോക്കൂ. എത്രത്തോളം ഇപ്പോൾ സമയത്തിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുന്നുവോ അതിനനുസരിച്ച് എൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ വേഗതയും കൂടുന്നുണ്ടോ. ഈ സ്ഥിതി മേ रहने से जो पुराने संस्कार है. കാരണം ഈ സ്ഥിതിയിലിരിക്കുന്നതിൽ നിന്നും ഏതാണോ എന്നിലെ പഴയ സംസ്കാരങ്ങൾ, കുറവുകൾ, അതെല്ലാം വളരെ സഹജമായി പരിവർത്തനപ്പെടും. एक है संस्कार को मिटाने की मेहनत करना, एक है नेचुरल ऐसी स्थिति बनाना जिससे कि ये संस्कार सहज परिवर्तन हो जाए. അപ്പം ദാദി പറയണ പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ സംസ്കാരത്തെ മാറ്റിക്കളയാനുള്ള പ്രയത്നം, പുരുഷാർത്ഥം, പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുക. അല്ല എങ്കിൽ സ്വാഭാവികമായ അത്തരത്തിലുള്ള ശ്രേഷ്ഠ സ്ഥിതിയിലൂടെ പഴയ സംസ്കാരത്തെ സഹജമായി പരിവർത്തനപ്പെടുത്താൻ കഴിയണം. ഹം ഒറിജിനൽ അപ്പനി സ്റ്റേജ് പർ ആ ജായ്. അതിലൂടെ നമ്മൾ നമ്മുടെ ഒറിജിനൽ സ്ഥിതിയിലേക്ക് മടങ്ങാൻ കഴിയണം. മുझे अपनी स्थिति नेचुरल करनी है या मेहनत में ही गवानी है. അപ്പോൾ ദാദി ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, എനിക്കെൻ്റെ സ്ഥിതിയെ നാച്ചുറലാക്കി മാറ്റണോ, സ്വാഭാവിക സ്ഥിതിയിലേക്ക് നമ്മൾ മടങ്ങണോ, അഥവാ പരിശ്രമിച്ച് അതിൽ തന്നെ തൻ്റെ സമയത്തെ നഷ്ടപ്പെടുത്തണോ. മെഹനത്തെ പുരുഷാർത്ഥേ കി മൈ അപ്നെ കോ ദേഖൂ, മൈ ബാബാ സമാൻ കഹാ തക് ബനി ഹൂ. പ്രയത്നിക്കണം, പുരുഷാർത്ഥം ചെയ്യണം, ഞാൻ എന്നെ തന്നെ പരിശോധിച്ച് നോക്കണം, ഞാൻ ബാബയ്ക്ക് സമാനം എവിടെ വരെ എത്തിയിട്ടുണ്ട്. ब्रह्मा बाबा बाप समान फरिश्ता निराकारी बन गए. ബ്രഹ്മ ബാബയ്ക്ക് സമാനം ഞാൻ ഫരിഷ്ത, അതുപോലെ ബാബയ്ക്ക് സമാനം നിരാകാരി ആയിട്ടുണ്ടോ. മുझे ബ്രഹ്മ ബാബ് സമാൻ ഫരിഷ്ത കർമാതീത് ബന്നാ ഹെ. എനിക്ക് ബ്രഹ്മ ബാബയ്ക്ക് സമാനം ഫരിഷ്ത കർമാതീത സ്ഥിതിയിലെത്തണം. एक स्थिति है कि मैं अपने को प्यारा और न्यारा बनाऊं. ദാദി പറയണ ഒരു സ്ഥിതി എന്നുള്ളത് എനിക്ക് പ്രിയനുമായിരിക്കണം, അതുപോലെ തന്നെ വേറിട്ടവനുമാകണം. പരന്തു ഏക് ഇസ്സേ ബി പരേക്ക് സ്ഥിതി. എന്നിരുന്നാലും അതിലൊന്ന് എല്ലാത്തിൽ നിന്നും ഉപരിയായ സ്ഥിതിയാണ്.
हम ऐसे अनुभव करें जो पिछले जन्मों का कड़ा हिसाब है वो हमारे चार्ट में ना हो. അപ്പോൾ ദാദി പറയാണ്, കഴിഞ്ഞ ജന്മങ്ങളുടെ ഏതാണോ നമ്മുടെ കടുത്ത കണക്കുകളുള്ളത് അതിപ്പോൾ നമ്മുടെ ചാർട്ടിൽ കാണപ്പെടരുത്. ये भी रिमार्क कोई ना देगी क्या करे, ये मेरा कड़ा हिसाब है, कड़ी आदत है, कड़ा स्वभाव है. अगर हम ऐसे जवाब देते रहेंगे तो बाप समान कब बनेंगे. അപ്പോൾ ദാദി പറയാണ്, ഇപ്പോഴും ഇതൊരു റിമാർക്കായി നമ്മളിൽ അവശേഷിക്കരുത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇതെൻ്റെ കടുത്ത ഒരു കണക്കായിപ്പോയി, എന്നിലെ ഒരു കടുത്ത അഭ്യാസമാണ്, ശീലമാണ്, എൻ്റെ കടുത്ത സ്വഭാവമാണ്. ഇങ്ങനെ തന്നെ ഞാൻ മറ്റുള്ളവർക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഞാൻ ബാബയ്ക്ക് സമാനമാവുക. പുരാനെ സംസ്കാർ ഹേ ഉസി അനുസാർ മായ നീച്ചെ ലേ ആത്തി ഹെ. എന്നിൽ പഴയ സംസ്കാരമുണ്ട് എങ്കിൽ അതിനനുസരിച്ച് മായ ഞങ്ങളെ താഴെ വലിക്കും. കബി ഫെയിൽ കബി ഫാസ് ഹോത്തെ. അപ്പോൾ നമ്മളിൽ എന്തുണ്ടാകും, ചിലപ്പോൾ ഫെയിലാകും, ചിലപ്പോൾ പാസ്സാകും. ഹരേക്ക് ഐസ ദൃഢ സങ്കല്പ കരെ. അതുകൊണ്ട് ദാദി പറയാണ്, ഓരോരുത്തരും സ്വയം ഒരു ദൃഢസങ്കല്പം വയ്ക്കൂ. ഇസ് ഭാഷാക്കോ പരിവർത്തൻ കരേങ്കി. എന്താണ് ദൃഢസങ്കല്പം വയ്ക്കാൻ ദാദി പറയുന്നത്? ഈ ഭാഷ, എൻ്റെ സംസ്കാരം അങ്ങനെയാണ്, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, എൻ്റെ ശീലം അങ്ങനെയാണ്. അപ്പോൾ ആ ഭാഷയെ നമ്മൾ പരിവർത്തനം ചെയ്യും. मेरे कड़े संस्कार नहीं, मेरा बहुत मीठा संस्कार है, ये ഭാഷ. എൻ്റെ വളരെ കടുത്ത സംസ്കാരമാണ്, ഈ ഭാഷയെ മാറ്റാൻ എൻ്റെ വളരെ മധുരമായ സംസ്കാരമാണ് എന്ന് പരിവർത്തനപ്പെടുത്തുക. തബ് കഹേംഗെ സഹജ് യോഗി. അപ്പോൾ പറയും സഹജയോഗി. ബാബ की तरह हम एक तो बेफिक्र बादशाह है. ബാബയെ പോലെ ഒന്ന് നമ്മൾ നിശ്ചിന്ത ചക്രവർത്തികളാണ്. ചിന്താओं से दूर है. എല്ലാ ചിന്തകളിൽ നിന്നും ദൂരെയാണ്. दूसरा इस दुनिया में रखा ही क्या है. ദാദി ചോദിക്കുകയാണ്, രണ്ടാമതായി പറയുകയാണെങ്കിൽ ഈ ലോകത്തിൽ എന്താണ് നമുക്കായി വെച്ചിട്ടുള്ളത്? जो किसी भी वैभव, किसी भी वस्तु, किसी भी व्यक्ति की तरह बुद्धि जाए. മറ്റൊരു വസ്തുവിലേക്ക്, വൈഭവത്തിലേക്ക്, വ്യക്തികളിലേക്ക് എൻ്റെ ബുദ്ധി പോകുന്നതിനായി ഇവിടെ എന്താണുള്ളത്, ഈ ലോകത്തിൽ എന്താണുള്ളത്? जब किसी में बुद्धि ही नहीं जाएगी तो हम है भी अकेले, ते भी अकेले, जाना भी अकेले, रहना भी है अकेले. അതായത് നമ്മുടെ ബുദ്ധിയിൽ ആരും തന്നെ ഉണ്ടാകരുത്. കാരണം നമ്മൾ തനിയെ വന്നവരാണ്, തനിയെ പോകേണ്ടവരാണ്, തനിയെ ഇരിക്കേണ്ടവരാണ്. ये भी एक बहुत मीठी अपनी अनुभूति होती. അതും ഒരു തരത്തിൽ ദാദി പറയാണ് വളരെ മധുരമായിരിക്കുന്ന ഒരു അനുഭൂതിയാണ്. കമ്പൈൻഡ് തോ ഏക് ബാബ ഹെ. ഒറ്റപ്പെടൽ എന്നുള്ള അർത്ഥമല്ല. ദാദി പറയുകയാണ്, സത്യത്തിൽ നമ്മൾ പരന്താമത്തിൽ നിന്ന് വന്നത് തനിയെ, പോകേണ്ടതും തനിയാണ്, അപ്പോൾ ഇപ്പോൾ കഴിയേണ്ടതും തനിയാണ്. അപ്പോൾ തനിയെ അർത്ഥം എന്താണ്? ബാബയ്ക്കൊപ്പം കമ്പൈൻഡ്. बाबा ने लक्ष्य दिया कि तुम अपने चार्ट में देखो कि मैं निरहंकारी कहाँ तक हूँ. അപ്പോൾ ബാബ മക്കൾക്ക് ലക്ഷ്യം നൽകി, തൻ്റെ ചാർട്ട് പരിശോധിച്ചു നോക്കൂ, എത്രത്തോളം ഞാൻ നിരഹങ്കാരിയായിട്ടുണ്ട്. वो तब होगा जब देखा बान ना हो. ദാദി പറയണ ആ ഒരു സ്റ്റേജ്, നിരഹങ്കാരി സ്ഥിതി വരണമെങ്കിൽ ദേഹഭാനം ഇല്ലാതാകണം. निर्माणता से निरहंकारी बने, दिलों को जीत लेते, लेकिन इससे भी ऊपर है देह का भी बान ना हो. ദാദി പറയാണ്, നിർമ്മാണത, വിനയത്തിൽ നിന്നും നിരഹങ്കാരികളാകും, അനേകരുടെ മനസ്സ് ജയിക്കുന്നവരാകും. പക്ഷേ അതിനേക്കാളും ഉയർന്ന സ്ഥിതിയാണ് ദേഹഭാനത്തിൽ, ദേഹമെന്ന ബോധത്തിൽ വരാതിരിക്കുക. ഹമീൻ സബ്സെ ഊപ്പർ ജാന, ഇതിൽ നിന്നൊക്കെ നമ്മൾ വേറിട്ടവരാകണം. കൈ ബാർ പൂച്ചത്തെ ദാദി,
आपका पुरुषार्थ क्या है? പലപ്പോഴും ദാദിയോട് തന്നെ ബ്രാഹ്മണ മക്കൾ ചോദിക്കാറുണ്ട്, ദാദിയുടെ പുരുഷാർത്ഥം എന്താ? मैं एक ही शब्द में कहती हूँ, मैं खुद को चेक करती हूँ, मेरा चार्ट में मैं कर्माती स्थिति के कितना समीप आई हूँ. അപ്പോൾ ദാദി ഒറ്റ ശബ്ദത്തിൽ ഉത്തരം നൽകാറുണ്ട്, ഞാൻ സ്വയമിനെ തന്നെ പരിശോധിച്ചു നോക്കുന്നു, എൻ്റെ ചാർട്ടിൽ എത്രത്തോളം കർമാതീത സ്ഥിതിയുടെ സമീപം ഞാൻ എത്തിയിട്ടുണ്ട്. കോൺസാ കാത്താ ഹെ, ഇനി എന്തെല്ലാം കണക്ക് ബാക്കിയുണ്ട്. अगर कोई भी सूक्ष्म खाता है तो समस्या से अगर कोई भी सूक्ष्म खाता है तो तपस्या से बाबा की याद से निराकार स्थिति में रख अपने को इन सब बातों से परे ले जाकर खत्म करना. ഒരു പക്ഷേ ഏതെങ്കിലും പ്രകാരത്തിൽ സൂക്ഷ്മമായ കണക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അപ്പോൾ തപസ്സിൻ്റെ ആധാരത്തിലൂടെ ബാബയുടെ ഓർമ്മയുടെ ആധാരത്തിൽ നിരാകാരി സ്ഥിതിയിലിരുന്നു കൊണ്ട് സ്വയമിനെ ഈ എല്ലാ കാര്യത്തിൽ നിന്നും വേർപ്പെടുത്തി ആ കണക്കിന് സമാപ്തം ചെയ്യണം. ക്യോങ്കി ഹമേ കർമാതീതോക വിജയ് ബന്ന, കാരണം ലക്ഷ്യം എന്താ? കർമാതീതരായി വിജയികളാകണം. നമ്പർ 1 का वरदान लेकर जाना, നമ്പർ 1 ആ ഒരു വരദാനം എടുത്ത് വേണം പോകാൻ. अपने चार्ट को देखने की बहुत अच्छी विधि होती, തൻ്റെ ചാർട്ട് പരിശോധിക്കുന്നതിൽ നല്ലൊരു വിധിയുണ്ട്. बाबा हमारे सामने है और बाबा ने हमें निराकारी स्थिति का आईना दे रखा. ബാബ നമ്മുടെ മുന്നിലുണ്ട്. ബാബ നമ്മൾ കുട്ടികൾക്ക് നിരാകാരി സ്ഥിതിയുടെ ആ ഒരു ദർപ്പണം അഥവാ കണ്ണാടിയാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. अपने आईने में अपनी आत्मा को देखो, ആ കണ്ണാടിയിൽ തൻ്റെ ആത്മാവിനെ തന്നെ കാണുക. इस प्योर आईने में मैं आत्मा कितने प्योर मणि बन गई हूँ. ആ പവിത്രമായിരിക്കുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ആത്മാവ് എത്ര പവിത്ര മണിയായി മാറിയിട്ടുണ്ട് എന്ന് പരിശോധിക്കും. ഇംപ്യൂരിറ്റി കാ തോ സവാൽ ഹി നഹി, അവിടെ അപവിത്രതയുടെ ചോദ്യം തന്നെ ഇല്ല. ഉൻ സങ്കൽപ വികൽപ്പോ കോ തോ ലാനാ ഹി നഹി, ആ ഒരു അശരീരി സ്ഥിതിയുടെ ആ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഞാൻ സ്വയം നിൽക്കുമ്പോൾ ഞാൻ എത്രമാത്രം ആത്മ പവിത്രമായിരിക്കുന്നു എന്നാണ് നോക്കേണ്ടത്. പകരം ബാബ ദാദി പറയാണ്, മറ്റുള്ള സങ്കല്പ വികല്പങ്ങൾ അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പനേക്കോ ഉൻസെ ബഹുത് ഊഞ്ചാ ലേ ജാന, അതിൽ നിന്നൊക്കെ മറ്റുള്ള ചോദ്യങ്ങൾ മനസ്സിൻ്റെ ചിന്തകളിൽ നിന്നൊക്കെ ഞാൻ എന്നെ വളരെയധികം ഉപരിയായി കൊണ്ടുപോകണം. ഇംപ്യൂരിറ്റി തോ പിछले ജന്മത്ത, അപവിത്രത എന്നുള്ളത് കഴിഞ്ഞ ജന്മത്തിലാണ്. യേ നയാ ജന്മം, ഇതായിരിക്കുന്നു നമ്മുടെ പുതിയ ജന്മം. യേ ബി ആലസ്യ ഹേ ജോ കേത്തി ക്യാ കരേ പിछले ജന്മോं के संस्कार है. അപ്പോൾ ദാദി പറയാണ്, കഴിഞ്ഞ ജന്മത്തിലെ സംസ്കാരമാണ്. ഇത്തരത്തിൽ പറയുന്നതും ചിന്തിക്കുന്നതെല്ലാം തന്നെ ആലസ്യത്തിൻ്റെ ലക്ഷണമാണ്. അബി യേ ഭാഷ രാജയോഗിയോं की ही नहीं. ദാദി പറയാണ്, ഇങ്ങനെയുള്ള വാക്കുകൾ ഭാഷകൾ രാജയോഗികളുടേതല്ല. ബാബാ കെ സമീപ രത്നോं को ये ഭാഷ नहीं बोलनी चाहिए. ബാബയുടെ സമീപ രത്നങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഈ പ്രകാരത്തിലുള്ള ഭാഷകളൊന്നും ഉപയോഗിക്കരുത്. ഏതോ പിछले ജന്മ की ഭാഷ है. ദാദി പറയണ ഇതൊക്കെ കഴിഞ്ഞ ജന്മത്തിലെ ഭാഷകളാണ്. ഹം തോ ഹൈ ഹി ബാബാ കി മുഖ് സന്താൻ പ്യോർ രത്ന, നമ്മളിപ്പോൾ ബാബയുടെ മുഖവംശാവലികളാണ്. മുഖത്തിൽ കൂടി ജന്മെടുത്ത സന്താനങ്ങളാണ്, പവിത്ര രത്നങ്ങളാണ്. ബാബാ ബി കേത്തേ തും ബ്രാഹ്മൺ കുൽ കേ ഹോ, ബാബയും കൂടി ഓർമ്മപ്പെടുത്തിയതെന്താ? നിങ്ങൾ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവർ, മുഖവംശാവലികളാണ്. ഹമാരാ ജന്മ നയാ ഹേ തോ ഇത്തനെ പ്യോർ ഹമാരി ആത്മാ ഹോ ജായ്, അതായത് നമ്മുടെ ജന്മം പുതിയതാണ്. അപ്പം അതുകൊണ്ട് അത്ര തന്നെ നമ്മൾ ആത്മാക്കൾ പവിത്രമാകണം.
जो किसी भी प्रकार का हिसाब किताब पाप कर्म का नहीं हो. പുതിയ ജന്മമായതുകൊണ്ട് തന്നെ യാതൊരു പ്രകാരത്തിൻ്റെ പഴയ കണക്കോ പാപകർമ്മങ്ങളോ ഒന്നും ഉണ്ടാകരുത്. തബ് കഹെങ്കെ കർമാതീത്, അപ്പോൾ പറയും കർമാതീത സ്ഥിതി. तो ये बहुत सहज विधि होती, अपने सामने आईना रखो. പക്ഷെ ഇത് നേടിയെടുക്കാൻ ദാദി പറയാണ് സഹജമായ വിധിയാണ് തൻ്റെ മുന്നിൽ ബാബ നൽകിയ കണ്ണാടി വയ്ക്കുക നിരാകാര സ്ഥിതിയോടെ. സൂക്ഷ്മ ടി വി में अपने सारे चार्ट को इमर्ज करो. സൂക്ഷ്മമായ ടി വിയിൽ തൻ്റെ മുഴുവൻ ചാർട്ടും പ്രത്യക്ഷമാക്കുക. फिर क्या अनुभव होता है कि मैं आत्मा कहाँ तक प्योर बनी हूँ. അപ്പോൾ സ്വയം അനുഭവപ്പെടും ഞാൻ ആത്മ എത്രമാത്രം പവിത്രമായിട്ടുണ്ട്. നാ മമത ഹേ നാ കോയി പ്രകാർ കി ഇച്ഛ ഹേ. അപ്പം അതിൽ നമുക്ക് തെളിയും അത് ഏതെങ്കിലും പ്രകാരത്തിൻ്റെ ഇച്ഛയൊന്നുമില്ലല്ലോ. ജബ് യെ കുച്ച് നഹീ ഹേ തോ നാ മാൻ ഹേ നാ അഭിമാൻ ഹേ. അപ്പം ഇതൊന്നുമില്ല എങ്കിൽ ദാദി പറയാണ് മാനവുമില്ല അഭിമാനവും ഇല്ല. സിർഫ് സ്വമാൻ ഹേ, പകരം എന്തുണ്ട് കേവലം സ്വമാനം. അതായത് ഞാൻ ബാബയ്ക്ക് സമാനം നമ്പർ 1 ആത്മാവാണ്. और रुद्रमाला की अपने परमधाम की प्यारी सोल से हमें घर जाना है. പിന്നീട് നമുക്ക് എന്ത് സ്വമാന സ്മൃതിയിൽ വരിക? നമ്മൾ രുദ്രമാലയിൽ നമ്മുടെ പരന്താമത്തിലെ സ്നേഹികളായ ആത്മാക്കൾ നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങണം. ഈ സ്ഥിതി ഏഞ്ചൽ സ്ഥിതി സേ ബി ഊഞ്ചാ ലേ ജായേഗ. അപ്പോൾ ആ ഒരു സ്ഥിതി ഫരിഷ്ത സ്ഥിതിയേക്കാളും ഉയരത്തിൽ നമ്മളെ കൊണ്ടുപോകും. ഇസ്കേലെ യോഗക്കെ ഡീപ്പ് മേ ജാവോ. ദാദി പറയണം അതിനു വേണ്ടി യോഗത്തിൻ്റെ ആഴത്തിലേക്ക് പോകൂ. ബിൽക്കുൽ പാർ ചലേ ജാവോ. ദാദി പറയണ പൂർണ്ണമായും ഇതിൽ നിന്നെല്ലാം ഉപരിയായി പോവുക. സാഗർക്കെ തലേമേ ചലേ ജാവോ. ആ സാഗരത്തിൻ്റെ ബാബയാകുന്ന സാഗരത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലും. ചോട്ടിമേ ചലേ ജാവോ. ആ ശ്രേഷ്ഠ സ്ഥിതിയുടെ കൊടുമടിയിലെത്തുക. ജിസെ ബീജ് രൂപ് കേത്തെ. അതിനെയാണ് ബീജ് രൂപ സ്ഥിതി എന്ന് പറയുന്നത്. ऐसा लगेगा जैसे मैं आत्मा एकदम लाइट की दुनिया में हूँ. ആ ഒരു അവസ്ഥയിലേക്ക് ഉയരുമ്പോൾ ദാദി പറയാണ് ആത്മാവ് ഏകദം പ്രകാശത്തിൻ്റെ ലോകത്തുള്ള അനുഭൂതിയാണ് ചെയ്യുക. जब ऐसे फीलिंग योग में रहती तो कर्म में भी बहुत शक्ति मिलती. എപ്പോഴാണോ യോഗത്തിലിരിക്കുമ്പോൾ ആ ഒരു അനുഭൂതി ഉണ്ടാകുന്നത് അപ്പോൾ കർമ്മത്തിലും ശക്തി പ്രാപ്തമാകും. और दुनिया को भी साइलेंस का वाइब्रेशन मिलता. എത്രമാത്രം നമ്മൾ ആ ഒരു സ്ഥിതിയുടെ അനുഭൂതി ചെയ്യുന്നു അത്രയും ലോകത്തിന് ശാന്തിയുടെ വൈബ്രേഷൻ ലഭിക്കുന്നു. तो ऐसी साइलेंस का वाइब्रेशन हमें सारे विश्व को देना. അപ്പോൾ ദാദി പറയണ അത്തരത്തിൽ ശാന്തിയുടെ വൈബ്രേഷൻസ് ആണ് നമ്മൾ മുഴുവൻ വിശ്വത്തിനും നൽകേണ്ടത്. इतनी साइलेंस की मेरे पास स्वयं शक्ति हो जो सामने वाला वो शक्ति लेकर जाए. അപ്പം നമ്മൾ പരിശോധിക്കണം എൻ്റെ മുന്നിൽ എത്തിപ്പെടുന്ന ആത്മാക്കൾ ആ ഒരു ശാന്തിയുടെ ശക്തി കൊണ്ടുപോകുന്ന വിധത്തിൽ എന്നിൽ ശാന്തിയുടെ ശക്തി നിറഞ്ഞിട്ടുണ്ടോ. ഇസ്കി ഹി ദുനിയാമേ മാങ്കെ. കാരണം ശാന്തിക്ക് വേണ്ടിയാണ് ഇന്ന് ലോകം യാചിക്കുന്നത്. बाबा भी कहते तुम्हें ऐसी स्थिति बनानी है जो दूसरों को साइलेंस का वाइब्रेशन मिले. ബാബയും കൂടി ആവശ്യപ്പെട്ടതെന്താ? മുഴുവൻ ലോകത്തിനും ശാന്തിയുടെ വൈബ്രേഷൻ ലഭിക്കുന്ന വിധത്തിലുള്ള സ്ഥിതി നിങ്ങളുടേതായിരിക്കണം. हमें विश्व को साइलेंस का वाइब्रेशन देने का कार्य करना. മുഴുവൻ വിശ്വത്തിനും ശാന്തിയുടെ വൈബ്രേഷൻ കൊടുക്കാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്യൂരിറ്റി കെ സാത്ത് പീസ് ചാഹിയെ. പവിത്രതയുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ശാന്തിയും ആവശ്യമാണ്. तो एक स्थिति है जैसे कि अतीन्द्रिय सुख में गोपियाँ रही ബാബ സെ പ്യാർ ഹോ. ഒന്നാമത്തെ സ്ഥിതി എന്ന് പറയുന്നത് അതീന്ദ്രിയ സുഖത്തിൻ്റെ ഇതുപോലെ ഗോപികമാരെ കുറിച്ച് പറയാറുണ്ട്.
അതായത് ബാബയോട് അതിയായ സ്നേഹമുള്ളവരായിരിക്കണം. ബാബ സെ പ്യാർ തോ സബി കാ ഹെ, ബാബയോട് എല്ലാവർക്കും സ്നേഹമുണ്ട്. पर बाप समान बने हमें बनना है, वो സ്ഥിതിയെ बनाने मेहनत कर. എന്നാൽ ബാബയ്ക്ക് സമാനമാകുന്നതിൽ, ആ സ്ഥിതിയെ നേടിയെടുക്കുന്നതിൽ പുരുഷാർത്ഥം ചെയ്യണം. तो हमें अब खुद को देखना है कि मैं विश्व में शांति की कितनी शक्ति फैला रही हूँ. അപ്പം നെക്സ്റ്റ് നമ്മൾ ചാർട്ടിൽ പരിശോധിക്കേണ്ടത് ഏതാണ്? ഞാൻ എത്രമാത്രം ഈ ലോകത്തിലേക്ക് വിശ്വത്തിലേക്ക് ശാന്തിയുടെ വൈബ്രേഷൻ നൽകുന്നുണ്ട്, ശക്തി പകർന്നു കൊടുക്കുന്നുണ്ട്. ये फोर्स चाहिए, ये സംഘടൻ चाहिए, ये सहयोग चाहिए. ഈ ശക്തിയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്, ഈ ഒരു കൂട്ടായ്മയാണ് ഉണ്ടാകേണ്ടത്, ഈ ഒരു സഹയോഗമാണ് ആവശ്യം. जब हम खुद डेड साइलेंस में होंगे तब दूसरों को भी साइलेंस की किरणें दे सकेंगे. ദാദി പറയുന്ന എപ്പോഴാണോ നമ്മൾ ഡെഡ് സൈലൻസിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്പോഴേ മറ്റുള്ളവർക്കും ശാന്തിയുടെ കിരണങ്ങൾ നൽകാൻ കഴിയും. യദി ഹം സ്വയം സൈലൻസ് में नहीं होंगे, ഒരുപക്ഷെ നമ്മൾ സ്വയം ശാന്തിയിലല്ല എങ്കിൽ दूसरों को साइलेंस की किरणें कैसे दे सकेंगे, മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ശാന്തിയുടെ കിരണങ്ങളെ നൽകാൻ കഴിയുക? ലൈറ്റ് മൈറ്റ് की किरणें सभी को देना. സർവർക്കും പ്രകാശത്തിൻ്റെയും ശക്തിയുടെയും കിരണങ്ങൾ നൽകണം. ഈ പുരുഷാർത്ഥമാണ് നാം സർവരും ചെയ്യേണ്ടത്. ये पुरुषार्थ करना ही ये लक्ष्य रखना. ഈ പുരുഷാർത്ഥം ചെയ്യണം, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. बाबा सदा यही कहते कि अपने को इतना देही अभिमानी बनाना है, दूसरों को साइलेंस की शक्ति देना है, जो ऐसे लगे कि मैं आत्मा अलग हूँ, ये शरीर इससे अलग है, मैं इससे अलग हो कार्य कर रही हूँ. ഇപ്പോൾ ബാബ പറയാറുണ്ട്, മക്കളിൽ അത്രത്തോളം ദേഹി അഭിമാനി സ്ഥിതി ഉള്ളവരാകണം, അത്രയും നമ്മളുടെ ഉള്ളിൽ ശാന്തിയുടെ ശക്തി നിറയണം. അതായത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടണം, ഞാൻ ആത്മാവാണ്, വേറിട്ടതാകുന്നു, ഈ ശരീരത്തിൽ നിന്നും വേറിട്ട ശക്തിയാണ്, ഞാൻ ശരീരത്തിൽ നിന്നും വേറിട്ടിട്ടാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാക്കോ പ്യൂർ ഡയമണ്ട് ബനാനാ ഹെ, അതായത് ആത്മാവിനെ ശുദ്ധമായ പവിത്രമായ വജ്രമാക്കണം. യദി കോയി കേത്താ കി യേ തോ മേരാ സംസ്കാർ ഹെ, അഥവാ ആരെങ്കിലും പറയാണ് ഇതെൻ്റെ സംസ്കാരമാണ്, യേ ബി പ്യൂർ പേപ്പർ പർ പ്യൂർ ഡയമണ്ട് പർ ധാഗാ ഹെ, അങ്ങനെ പറയുന്നത് പോലും ഒരു ശുദ്ധമായ കടലാസിൽ അഥവാ ഒരു ശുദ്ധമായ വജ്രത്തിലുണ്ടാകുന്ന കറയാണ്. ധാഗാക്കോ മിട്ടാനാ ഹെ, ആ കറയെ പോലും നമ്മൾ ഇല്ലാതാക്കണം. കൊയ് ധാഗ നഹി രഹെ, യാതൊരു തരത്തിലുള്ള കറയും നമ്മളിൽ ഉണ്ടാകരുത്. ഡയമണ്ട് മേ ധാഗ ആയാ തോ ഡയമണ്ട് കി വാല്യൂ ചലി ജാത്തി. ദാദി പറയണ ഏതുപോലെ വജ്രത്തിൽ ഒരു കറ ഉണ്ടാവുകയാണെങ്കിൽ ആ വജ്രത്തിൻ്റെ മൂല്യം കുറയും. क्योंकि बाबा कहते तुम्हें सच्चा सोना 24 कैरेट सोना बनना है, ना कि 14 कैरेट वाला. ഇപ്പോൾ ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾ സത്യമായ സ്വർണം 24 ക്യാരറ്റിൻ്റേതാകണം, അല്ലാതെ 14 ക്യാരറ്റിൻ്റേതാകരുത്. ഉസ്കോ കഹെങ്കെ സതോ പ്രധാൻ, ആ ഒരു ശ്രേഷ്ഠ സ്ഥിതിയാണ് സതോ പ്രധാന സ്ഥിതി. तो ज्ञान की बातें बुद्धि में बहुत है. അപ്പോൾ ദാദി പറയുന്ന ഒരുപാട് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ ബുദ്ധിയിലുണ്ട്. സേവാ കെ ബി പ്ലാൻ സബി ബഹുത് അച്ഛേ ബനാത്തെ, സേവനം ചെയ്യാനുള്ള പദ്ധതികൾ പ്ലാനൊക്കെ വളരെ നല്ലതായി ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഉണർവുത്സാഹത്തിൻ്റെ ചിറകുകളുമുണ്ട്. ഖുഷിയോ മേ ബി റഹത്തെ, സന്തോഷത്തിലും ഇരിക്കുന്നുണ്ട്. ബാബയോട് സ്നേഹവുമുണ്ട്. പ്യൂരിറ്റി കാ ബി പുരുഷാർത്ത് കർത്തെ, പവിത്രതയിലിരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. ബാബയ്ക്ക് സമാൻ ബന്നെ കാ ബി ലക്ഷ്യ രഖത്തെ, ബാബയ്ക്ക് സമാനരാകണം എന്നുള്ള ലക്ഷ്യവും വെക്കുന്നുണ്ട്. ലേക്കിൻ ഉസ് ലക്ഷ്യൻ മേ ബി ആനാ ഹെ, ദാദി പറയുന്ന ലക്ഷ്യം വെച്ചാൽ പോരാ, ആ ലക്ഷണത്തിലേക്ക് നമ്മൾ വരണം. ഉൻസേ ബി ഊഞ്ച് ജാന, അതിനേക്കാളും ഉയരത്തിലേക്ക് നമ്മൾ ഉയരണം.
बाबा ज़ीरो, हम आत्मा ज़ीरो और ड्रामा भी आकर ज़ीरो पर पहुंचा है. അപ്പോൾ ദാദി പറയാണ് ബാബയും സീറോ ബിന്ദു, അതുപോലെ തന്നെ നമ്മൾ ആത്മാക്കളും സീറോ ബിന്ദുവാണ്. ഇപ്പോൾ ഡ്രാമ എത്തി നിൽക്കുന്നതും സീറോയിലാണ്. ഡ്രാമ കോ ബി സീറോ पर लाना है. അപ്പോൾ ഡ്രാമയെ കൂടി സീറോയിലേക്ക് എത്തിക്കണം. जब चक्कर को ज़ीरो में लगाएंगे तब 1 2 3 शुरू होगा. എപ്പോഴാണ് സീറോ തുടങ്ങുന്നത് അവിടെ മുതലാണ് 1 2 3ലേക്ക് പോവുക. कई बार कई पूछते हैं बाबा विनाश कब होगा. അപ്പോൾ ദാദി പറയാണ്, പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, ബാബ എപ്പോഴാ വിനാശം നടക്കുക. ബാബ കേത്തെ തും അപ്നെ സേ പൂച്ചോ തും തയ്യാർ ഹോ. അപ്പോൾ ബാബയുടെ മറുപടി ഇതാകുമായിരുന്നു, സ്വയം ചോദിച്ചു നോക്കൂ നിങ്ങളതിന് തയ്യാറാണോ എന്ന്. ലേക്കിൻ അഭി തയ്യാർ കഹാ ഹേ. ദാദി ചോദിക്കാണ്, സ്വയം ചോദിച്ചു നോക്കൂ, എവിടെയാണ് നമ്മൾ തയ്യാറായിരിക്കുന്നത്. അഭി തോ ചോട്ടി മോട്ടി ബാത്തോ മേ ഹി സബ് ഉൽജേ ഹുയി. ഇപ്പോഴാണെങ്കിലോ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തന്നെ നാം വളരെയധികം സംശയത്തിൽ വരാറുണ്ട്. ഈ ചോട്ടെ മോട്ടെ റോഡെ ബോത്ത് ആത്തെ. ഇതുപോലെ ദാദി പറയണ ചെറിയ ചെറിയ റോഡുകളൊക്കെ വരാറില്ലേ. സാഗർ കി ലഹരെ ഐസി ഹോ ജോ ഇൻ സബ്കോ അപ്പനെ പേട്ട് മേ ഡാൽ ലേ. അപ്പോൾ ബാബ പറയണ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സാഗരത്തിൻ്റെ അലകൾ വരുമ്പോൾ ആ സാഗരത്തിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകണം. ഇത്തന ഊഞ്ച് ജമ്പ് ദോ, അത്രയും ഉയർന്നതിലേക്ക് ഉയർച്ചയിൽ ജമ്പ് കൊടുക്കണം. इसलिए कहते जितना जितना योग करो भट्टी करो उतना ये सब मिट जाए और कंप्लीट बने. അതുകൊണ്ട് തന്നെയാണ് പറയാറുള്ളത്, എത്രത്തോളം യോഗം ചെയ്യുന്നുവോ ഭട്ടി ചെയ്യുന്നുവോ അത്ര തന്നെ എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുകയും കംപ്ലീറ്റ് ആയി തീരുകയും ചെയ്യും. तपस्या वर्ष में सभी ने तपस्या की और इस वर्ष के लिए सभी को ये विधि दी गई है, कम से कम 24 മിനിറ്റ് റോസ് തപസ്യ കറോ. അതായത് തപസ്യ വർഷത്തിൽ തപസ്സിന് വേണ്ടി ഈ വർഷം എല്ലാവർക്കും വിധി നൽകിയിട്ടുണ്ട്. അതായത് കുറഞ്ഞത് 24 മിനിറ്റ് ദിവസവും തപസ് ചെയ്യുക. ഇസ് വിധി സേ ഹി ഹം സിദ്ധി പായെങ്കിൽ. അപ്പോൾ ഈ വിധിയിലൂടെയാണ് നമ്മൾ സിദ്ധി നേടുന്നത്. ലേക്കിൻ വിധി കോ ബി വിധിപൂർവകർ. പക്ഷെ ദാദി ഓർമ്മപ്പെടുത്താണ്, വിധിയെയും വിധിപൂർവകമായി തന്നെ ചെയ്യണം, അല്ലാതെ കുട്ടിക്കളിയിൽ വരരുത്. ബാബാ ബി കേത്തെ അൽബേല നഹി അലേർട്രോ. ബാബയും കൂടി പറയുന്നത് ഒരിക്കലും കുട്ടിക്കളിയിൽ അശ്രദ്ധരാകാതെ അലേർട്ടായിരിക്കൂ. तो ये अलर्ट रहने की साधन है. അപ്പോൾ ഇതൊക്കെ സ്വയം അലേർട്ട് അറ്റൻഷനിലേക്ക് വരാനുള്ള സാധനകളാണ്. ये साधना सबको अपने सच्चे दिल से रुचि से करनी है. അപ്പോൾ ഈ ഒരു സാധന അതോ പുരുഷാർത്ഥം സത്യഹൃദയത്തോടുകൂടി വളരെയധികം താല്പര്യത്തോടുകൂടി ചെയ്യണം. തബ് ഹമാരി अंत में तपस्या सफल हो जाएगी. അപ്പോഴേ അന്തിമ സമയത്തിൽ നമ്മുടെ ഈ ഒരു തപസ് സഫലമാകും. വാസ്തവമേ ഹം സബ് രാജയോഗി ഹെ. വാസ്തവത്തിൽ നമ്മൾ എല്ലാവരും തന്നെ രാജയോഗികളാണ്. ലേക്കിൻ യോഗ കാ അന്തിം ചരണിലാണ്. എന്നാൽ ഈ യോഗത്തിൻ്റെ അന്തിമ അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഇത്തന അപ്നേക്കോ യോഗി ബനാനാ ഹെ. അത്രയും സ്വയമിനെ യോഗികളാക്കി മാറ്റണം. जो लगे कि योग भी हमारा कितना सुंदर प्यारा सब्जेक्ट है. അപ്പോൾ മറ്റുള്ളവർക്ക് സ്വയം അനുഭവപ്പെടണം യോഗത്തിൻ്റെ സബ്ജക്റ്റ് എത്ര പ്രിയമുള്ളതും എത്ര സുന്ദരവുമാണ്. നാ തേരാ നാ മേരാ നാ ഏ നാ വോ കുച്ച് ഭി നഹി. ആ ഒരു സ്ഥിതിയിൽ എൻ്റേത് നിൻ്റേത് അത് ഇത് ഒന്നും തന്നെ വരില്ല. ഐസാ ലഗേ സച്ച് മുച്ച് ഹം പരന്താം ഘർ മേ ഹെ. യോഗത്തിൻ്റെ സ്ഥിതിയിലിരിക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ പരന്താമം ആ സ്വന്തം വീട്ടിലിരിക്കുന്ന അനുഭൂതി ഉണ്ടാകണം. അബ് ഹമേ ജാനാ ഹി ഉസ് ഘർ മേ. ദാദി പറയാണ്, ആ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകേണ്ടത്.
घर जाना ही ये आंखों में बसना चाहिए. വീട്ടിലേക്ക് പോകണം എന്നുള്ളത് നമ്മുടെ കണ്ണുകളിൽ അനുഭവപ്പെടണം. ये याद रहे मेरा वर्तमान पुरुषार्थ लक्ष्य है, इसी पर पूरा ध्यान. ദാദി പറയാണ് വീട്ടിലേക്ക് പോകണം എന്നുള്ളത് നമ്മുടെ വർത്തമാന സമയത്തിലെ പുരുഷാർത്ഥമായിരിക്കണം, ലക്ഷ്യമായിരിക്കണം, അതിൽ പൂർണ്ണ ശ്രദ്ധയും ഉണ്ടാകണം. हम सबको वर्तमान समय ये स्थिति बिल्कुल पावरफुल बनानी है. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു വർത്തമാന സമയത്തിൽ ഈ സ്ഥിതിയാണ് വളരെ പവർഫുൾ ആക്കേണ്ടത്. इसमें सब शक्तियाँ आ जाएगी. അതായത് ആ നിരാകാരി സ്ഥിതിയുടെ അഭ്യാസം, അതിൽ സർവശക്തികളും വരുന്നു. रूह रिहान करो, पॉइंट्स निकालो, ये अच्छी बातें हैं. ബാബിയോടൊപ്പം വാർത്താലാപം നടത്തുക, പോയിന്റ്സുകൾ എഴുതി വയ്ക്കുക, ഇതെല്ലാം നല്ലത് തന്നെ. ലേക്കിൻ പോയിന്റ് രൂപ ബന്നെ കാ ബഹുത് ധ്യാൻ രഖന. പക്ഷേ പോയിന്റ് രൂപത്തിൽ, ആ ബിന്ദു സ്വരൂപത്തിൽ, ബീജസ്വരൂപത്തിലേക്ക് പോകാനുള്ള ശ്രദ്ധ വയ്ക്കണം. തബ്ഹി സ്വയം കോ സ്വയം സേ സന്തുഷ്ടത ഹോത്തി. അപ്പോഴേ എനിക്ക് എന്നിൽ സന്തുഷ്ടരാകാൻ, അത് സന്തുഷ്ടത അനുഭവപ്പെടും. യഹ് യോഗ കി സിദ്ധി, അത് തന്നെയാണ് യോഗത്തിൻ്റെ സിദ്ധി. ഇസ്കാ നാം ഹി രാജയോഗ്. ദാദി പറയാണ് ഇതിൻ്റെ പേരാണ് രാജയോഗം. സ്വയം ഹരേക ദിൽ സെ യേ കഹേ കി മൈ കിത്തന സൈലൻസ് കെ ടവർ പർ രഹതാ ഹും. സ്വയമിൻ്റെ മനസ്സിനോട് തന്നെ ചോദിക്കണം, ഞാൻ എത്ര സമയം സൈലൻസിൻ്റെ ശിഖരത്തിലിരിക്കാറുണ്ട്. അതായത് പരന്താമത്തിൽ, നിരാകാരി ലോകത്തിൽ, ബീജരൂപസ്ഥിതിയിൽ. ജഹാ കുച്ച് നഹി, അവിടെ ഒന്നും തന്നെയില്ല. ഐസി ബട്ടിയ, ഐസി തപസ്യ, ഐസെ പുരുഷാർത്ത് കർക്കെ ഹരേക്ക് അപ്പനെ അപ്പനെ സെൻറ്റർ പർ ഘർ മേ സോന്നതി കെ ലിയെ കരെ. ദാദി പറയണ അത്തരത്തിലുള്ള ഭട്ടി, അത്തരത്തിലുള്ള തപസ്, അങ്ങനെയുള്ള പുരുഷാർത്ഥം ഓരോ ബ്രാഹ്മണ കുട്ടികളും അവരവരുടെ സെൻറ്ററിൽ, അതുപോലെ തന്നെ അവരവരുടെ വീടുകളിൽ ഇരുന്ന് സ്വ ഉന്നതി ചെയ്യണം. സ്വയം की शक्ति का स्टोर करने के लिए ये मेहनत ज़रूर करनी है. സ്വയം ആത്മാവിൽ ശക്തികളെ നിറയ്ക്കുന്നതിനായി, സ്റ്റോക്ക് ചെയ്യുന്നതിനായി പരിശ്രമിക്കണം. യഹ് പ്രസൻറ്റ് കാ ലക്ഷ്യ പുരുഷാർത്ഥ അനുഭവ്. ഇതായിരിക്കണം വർത്തമാന സമയത്തിൻ്റെ ലക്ഷ്യവും പുരുഷാർത്ഥവും അനുഭവം. ये गुप्त मेहनत हम सब गुप्त पुरुषार्थियों को करनी है. ദാദി പറയാണ് ഈ ഗുപ്തമായിരിക്കുന്ന പുരുഷാർത്ഥം ഗുപ്ത പുരുഷാർത്ഥികളായ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. അപ്പോൾ ദാദി സഹജയോഗി ആവാന്ന് പറഞ്ഞാൽ ദാദി പറഞ്ഞു തന്നത് എന്താണ്? ദേഹത്തിൻ്റെ ഭാനത്തെയും ഉപേക്ഷിക്കണം, ദേഹ അഭിമാനത്തെയും ഉപേക്ഷിച്ച് നിരാകാരി ലോകത്തിൽ ബീജരൂപ സ്ഥിതിയിലിരിക്കുന്ന അനുഭവമാണ് വർത്തമാന സമയത്തിൻ്റെ പുരുഷാർത്ഥം. അപ്പോൾ നമ്മൾ ആ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കണം. കാരണം ദാദി പറയണം വീട്ടിലേക്ക് മടങ്ങേണ്ട സമയമായി. പോകുമ്പോൾ യാതൊരു പ്രകാരത്തിലുള്ള കറകളും നമ്മളിലുണ്ടാകരുത്. അച്ഛ. ഓം ശാന്തി.